നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റേക്കി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സാണ് ക്ലിയർ ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യൻസ്, എല്ലാന്നത്തെയും പോലെ 5 ക്വസ്റ്റ്യൻസാണ് ക്ലിയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് റേക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും പറ്റും. എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പം എല്ലാ കുട്ടികൾക്കും പല രീതിയിലാണ് അവർക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു കഴിവ്. സോ ചില കുട്ടികൾക്ക് ഇച്ചിരി ലേറ്റ് ആവും, അതായത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ പുസ്തകത്തിൽ, അതായത് അവർ യൂസ് ചെയ്യുന്ന ബുക്സ് ഏതാണോ അതിലും അതുപോലെ തന്നെ അവരുടെ ക്രൗൺ ചക്രയിലും നമുക്ക് ഹീലിംഗ് കൊടുത്തിട്ട് അവർക്ക് പഠിക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കാൻ നമുക്ക് തീർച്ചയായും പറ്റും. അതുപോലെ തന്നെ എക്സാംസിന് പാസ്സാവാൻ, നല്ല വിജയം ഉണ്ടാവാൻ വേണ്ടി റേക്കി വെച്ചിട്ട് നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജോലി സംബന്ധമായ തടസ്സം മാറാൻ അതുപോലെ ഇൻ്റർവ്യൂസൊക്കെ പാസ്സാവാൻ ഹീലിങ്ങിലൂടെ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മണി റേക്കാണ് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് വരിക. കാരണം നമുക്ക് ജോലി എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗ്ഗമാണ്. അതായത് നമ്മളിലേക്ക് പണം വരാനുള്ളൊരു മാർഗ്ഗമാണ് ജോലി എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് മണി റേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിരിക്കും. ജോലി തടസ്സമുള്ള ആളുകൾക്ക്, അതായത് ഇതുവരെ എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് സാക്രൽ ചക്രയിലേക്ക് മണി റേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ നല്ല വരുമാനം വരാൻ വേണ്ടിയിട്ട് നമുക്ക് മണി റേക്ക് തന്നെ കൊടുക്കാം. ഇനി ഇൻ്റർവ്യൂസിനൊക്കെ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ CV-യിലൊക്കെ നമുക്ക് മണി റേക്ക് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നത് മണി റേക്കിയാണ്. റേക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സമ്പത്തിൻ്റെതായതുകൊണ്ടാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് മണി റേക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. റേക്കി വെച്ചിട്ടും ചെയ്യാം. സെയിം നമ്മുടെ സാക്രൽ ചക്രയിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റൂട്ട് ചക്രയിലും. നമ്മുടെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് റൂട്ട് ചക്രയും അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ സാക്രൽ ചക്രയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഈ 2 ചക്രാസിൽ നമുക്ക് റേക്കിയോ മണി റേക്കിയോ വെച്ചിട്ട് ഹീൽ ചെയ്യാവുന്നതാണ്. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് ലഭിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച ചോദ്യമാണ്. അഡിക്ഷൻസ് മാറാൻ ഏത് ചക്രയെ ഹീൽ ചെയ്യണം, എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളത്. അഡിക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നും മാറി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഓവറായിട്ട്, അതായത് അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റും ഈ യൂണിവേഴ്സിൽ, ഈ നാച്ചുറായിട്ടുള്ള, അതായത് പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ മഴ, കടൽ, നല്ല നാച്ചുറൽ ബ്യൂട്ടി, അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിലും കിട്ടാത്ത ഒരു സുഖമോ അല്ലെങ്കിൽ സമാധാനമോ അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് തോന്നുക. അതുപോലെ ഞാൻ പലരിലും കണ്ടിട്ട് ടെൻഷൻ വരുമ്പോൾ സ്മോക്ക് ചെയ്യുക. ഈ ടെൻഷൻ വരുമ്പോൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ് എന്ന് തോന്നുന്നതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ അഡിക്ഷൻസ് വരുന്നത് നമുക്ക് നമ്മുടെ സാക്രൽ ചക്ര വീക്കായത് കൊണ്ടാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള മറ്റു കാര്യത്തിലൊന്നും നമുക്ക് എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇവിടെ നമ്മുടെ സാക്രൽ ചക്രയാണ് വീക്കായിട്ടുള്ളത്. സോ സാക്രൽ ചക്ര നന്നായിട്ട് നമുക്ക് റേക്കി വെച്ച് ഹീൽ ചെയ്യാം. അതുപോലെ നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാം. ഈ അഡിക്ഷൻസിന് എതിരായിട്ടുള്ള അഫർമേഷൻസൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ റേക്കി വെച്ചിട്ട് ഈ അഡിക്ഷൻസ് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും. അത് റേക്കി വെച്ച് ചെയ്യാൻ പറ്റും. സോ ഹീലിംഗ് അറിയുന്ന ആളുകൾ, റേക്കി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇത്തരം അഡിക്ഷൻസും കാര്യങ്ങളൊക്കെയുള്ള ഹീലിങ്സ് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ സാക്രൽ ചക്രയിലാണ് ഹീലിംഗ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. അതായത് നമുക്ക് റേക്കി
ഒരുപാട് കാര്യങ്ങളിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇവിടെ ചോദിച്ചത് വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ അവിടെയുള്ള നെഗറ്റിവിറ്റീസ് റിമൂവ് ചെയ്യാൻ റേക്കി വെച്ചിട്ട് പറ്റുമോ, അങ്ങനെ പറ്റുകയാണെങ്കിൽ തന്നെ അത് ഡയറക്റ്റായിട്ട് ചെയ്യണോ എന്നായിരുന്നു ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റേക്കി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. അതായത് ഈ കംപ്ലീറ്റ് പ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന ജീവൻ്റെ ശക്തിയാണ് റേക്കി എന്ന് പറയുന്നത്. അതിനേക്കാളുപരി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഈ കംപ്ലീറ്റ് യൂണിവേഴ്സിൽ ഒരു ഈശ്വരൻ്റെ ശക്തിയുണ്ട്, ഒരു ഡിവൈൻ എനർജി ഉണ്ട്, ഒരു പവറുണ്ട്. അതാണ് സത്യത്തിൽ റേക്കി എന്ന് പറയുന്നത്. അതിന് നമ്മൾ നേരിട്ട് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മാത്രമേ ഹീൽ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. നമ്മൾ ഗ്രൂപ്പായിട്ട് ഹീൽ ചെയ്യുന്നില്ലേ? ഗ്രൂപ്പായിട്ട് ഹീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഹീലിംഗ് എടുത്ത ആളുകൾക്കറിയായിരിക്കും. ഇപ്പോൾ അക്ഷയ തൃതീയക്ക് ഞാനൊരാളുടെ ഫോട്ടോ വരെ ചോദിച്ചിട്ടില്ല. എല്ലാവരുടെയും ജസ്റ്റ് പേര് ഞാൻ ചോദിച്ചു. അതല്ലാണ്ട് ആരുടെ ഫോട്ടോ, അതായത് എൻ്റെ മൈൻഡിൽ നിങ്ങളുടെ ഫേസ് ഇല്ല, എന്നിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്നില്ലേ? കാരണം ആ എനർജി ഇൻ്റലിജൻ്റാണ്, നല്ല രീതിയിൽ ഇൻ്റലിജൻ്റാണ്. നമ്മളെ പോലെയല്ല, അതിനറിയാം അതിന് എങ്ങോട്ടാണ് പോവേണ്ടത്, ആർക്കാണ് ഇപ്പോൾ ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടറിയാം. ആളെ കാണാതെ പേരറിയാതെ ഹീൽ ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ആനിമലിന് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിലോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ നിങ്ങളുടെ ഓഫീസിലോ ഇവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഹീലിംഗ് കൊടുക്കാം. അവിടെ ഇപ്പോൾ ഈവൻ ഭൂമിയിൽ നമുക്ക് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് സെയിലാവാൻ വെച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് സെയിലായി പോകുന്നില്ല, അവിടെ നമുക്ക് ഹീലിംഗ് കൊടുക്കാം. അവിടുത്തെ ബ്ലോക്ക് നമുക്ക് മാറ്റാൻ പറ്റും. റേക്കിനെ നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. പക്ഷേ ധാർമ്മികമായിട്ട് മാത്രമേ റേക്കി പ്രവർത്തിക്കുള്ളൂ എന്നൊരു ബോധം ഈ ഹീലറിനുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ ആരാണോ ഹീലിങ്ങിന് നമ്മളടുത്ത് വരുന്നത് അവർക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ ചോദിക്കുന്നത് ധാർമ്മികമായതാണോ എന്നുള്ളത് മാത്രം. ഇവിടെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലെ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാം. അതുപോലെ ഈവൻ നെഗറ്റിവിറ്റിയും കൊണ്ട് വരുന്ന ആളുകൾക്ക് ആ നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവഹിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് റേക്കി വെച്ചിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അതുപോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും നമുക്ക് റേക്കി വെച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കാം. റേക്കിയുടെ എനർജി നമുക്ക് അവിടെ മൊത്തം സ്പ്രെഡ് ചെയ്യാം. ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും, നമുക്ക് പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ റേക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം വീട്ടിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ നമുക്ക് റേക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത്രയും പവർഫുള്ളായിട്ടുള്ള സിമ്പിൾസ് ഉണ്ട് റേക്കിയിൽ. ഈ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ ഇടാം. അത് വാഹനത്തിനിടാം, വീടിനിടാം, നമ്മുടെ ഓർണമെൻറ്റ്സ്, നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അല്ലാതെ ഒരു ലിവിങ് ബീങ്സിന് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ഇനി അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, ഒരു ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ ആൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മെയിൽ ഐ ഡി എത്ര തപ്പിയിട്ടും കിട്ടണില്ല എന്നുള്ളത്. എൻ്റെ മെയിൽ ഐ ഡി എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കാണാത്ത ആളാണെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് sitaramam1111@gmail.com. ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി. ഇനി അറിയില്ല എന്ന് പറയരുത്, ഒരുപാട് നോക്കി എന്നിട്ടും കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. സോ ഇതാണ് മെയിൽ ഐ ഡി വരുന്നത്, sitaramam1111@gmail.com. ഓക്കെ, ഇനി 2-3 പേര് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം അക്ഷയ തൃതീയയ്ക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേര് ഹീലിംഗ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ മെജോറിറ്റി ആളുകൾ എനിക്ക് പുതുതായിട്ട് വന്ന, അതായത് മെയിൽ അയച്ചിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഹീലിംഗ് എടുത്ത ആളുകളാണ്. ഇവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മെയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും വിളിക്കില്ലേ? എനിക്ക് മെയിൽ വന്നിട്ടില്ല. മെയിൽ വരാത്ത ആളുകളെ ഞാൻ എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യും? 2-3 പേരുണ്ട് എനിക്ക് നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സിലാണ് എഴുതുന്നത്, അത് കമൻറ്റാണ് ചെയ്യണത്. ഞങ്ങൾ മെയിൽ അയച്ചിട്ട് ചേച്ചി റിപ്ലൈ തന്നില്ല,
എന്താ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് നിങ്ങളുടെ മെയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ മെയിൽ ഐ ഡിയിലെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് ഒന്നുകൂടി റീചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മെയിൽ അയയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതിൽ മുന്നേ അത് പറഞ്ഞതാണ്. എനിക്കങ്ങനെ നമ്പർ വെക്കാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ ഡെയിലി 5ഉം 6ഉം ഹീലിംഗ് ഉണ്ട്. അത് കൂടാതെ റേക്കിയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഞാൻ മണി റേക്കി അറ്റോൺമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നമ്പർ ചോദിക്കുമ്പോൾ എനിക്ക് അതിൽ നമ്പർ വെച്ചാൽ പിന്നെ ഭയങ്കര കോളായിരിക്കും. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതായത് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഹീലിങ്ങിന് ഇരിക്കുമ്പോഴൊന്നും ഒരു കോളും ഞാൻ എടുക്കില്ല. ഈവൻ ആരെയാണോ ഹീൽ ചെയ്യുന്നത് അവരുടെ അടുത്ത് തന്നെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങളിനി വേറെ ഒന്നും അയക്കേണ്ട, കാരണം ഞാൻ എടുക്കില്ല. ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഹീലിങ്ങിന് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് നമ്പർ അങ്ങനെ പബ്ലിക്കായിട്ട് വയ്ക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക. മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും നമ്പർ വയ്ക്കാൻ മറക്കരുത്. പക്ഷേ ഇപ്പം മെജോറിറ്റി ആളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട്. അതിന് വലിയൊരു നന്ദി പറയണു. കാരണം ടൈം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ മെയിൽ ഐ ഡി കറക്റ്റാണോ നോക്കുക. നിങ്ങളുടെ പേരും നമ്പറും വെക്കാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മണി റേക്കിയുടെ അറ്റോൺമെൻറ്റിൻ്റെ കാര്യം എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡെയിലി കൊടുക്കുന്നുണ്ടോ. എല്ലാ ദിവസവും മണി റേക്കിയുടെ അറ്റോൺമെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. ജസ്റ്റ് മണി റേക്കി അറ്റോൺമെൻറ്റ് വേണമെന്ന് മാത്രം മെയിൽ ചെയ്താൽ മതി, നിങ്ങളുടെ പേരും നമ്പറും. ഞാൻ തീർച്ചയായും തിരിച്ച് വിളിക്കുന്നതാണ്. കാരണം ഇപ്പം പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. എനിക്ക് അതെ, നിങ്ങൾക്കും അതെ. അപ്പം ഇന്ന് വിളിക്കുകയാണെങ്കിൽ നാളെയാണ് നമുക്ക് അറ്റോൺമെൻറ്റ് തരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് നൈറ്റ്, നിങ്ങൾ കുറച്ച് നേരത്തെ വിളിക്കുകയാണെങ്കിൽ ഇന്ന് നൈറ്റ് വേണമെങ്കിൽ അറ്റോൺമെൻറ്റ് തരാം, ആ രീതിയിൽ. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതി. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.